പാക് പ്രകോപനം തുടരുന്നതിനിടെ രാജ്യതലസ്ഥാനത്ത് നിർണായക ചർച്ചകളും നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, പ്രതിരോധ മന്ത്രി സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് വാർത്താ സമ്മേളനം പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ചേർന്നുള്ള സംയുക്ത വാർത്താ സമ്മേളനം നടന്നത്. പാകിസ്ഥാൻ മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജനവാസ മേഖലകളിലെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉടലെടുത്തിരിക്കുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആക്രമണത്തിന് സജ്ജമാകുകയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജനം TV സംഘം പഠാൻകോട്ടിലുണ്ട്. പഠാൻകോട്ടിൽ നിന്നുള്ള വിവരമനുസരിച്ചാണ് ഡ്രോൺ ആക്രമണം നടന്നത്. പകൽ വെളിച്ചത്തിലാണ്. ഇത്തരത്തിൽ എത്രത്തോളം സങ്കീർണമാണ് കാര്യങ്ങൾ ഇപ്പോൾ? നീലിമ, ഇത് ഒരു പ്രഖ്യാപിത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇല്ലയോ എന്നത് മാത്രമാണ് ഇനിയും ചോദ്യം ചിഹ്നം. കാരണം യുദ്ധം ആസന്നമായിരിക്കുന്നു. നിലവിൽ സംഘർഷം തുടരുകയാണ്. അപ്രഖ്യാപിത യുദ്ധം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഓപ്പറേഷൻ ബുനിയാൻ മർസൂസ് എന്ന പേരിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഓപ്പറേഷനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായി അതിർത്തിയിലും അതോടൊപ്പം തന്നെ ഡ്രോണുകൾ അയച്ച ആകാശമാർഗവും പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ ഇന്നലെ രാത്രിയോടുകൂടി ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ളൊരു ആക്രമണം തുടങ്ങിയിരിക്കുന്നു. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം തുടരുന്നുണ്ട്. അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ആകാശമാർഗം ഡ്രോണുകളൊക്കെ അയക്കുന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി പാകിസ്ഥാന്റെ സൈന്യം ഔദ്യോഗികമായി തന്നെ അതായത് ഇന്ത്യക്കെതിരെ ഞങ്ങൾ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് ഈ ഒരു പേര് ഓപ്പറേഷൻ ബുനിയാൻ മർസൂസ് എന്ന ഒരു പദപ്രയോഗമാണ് അവർ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഇത് ഖുറാനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വാക്ക്. അയൺ ബോൾ എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് ആർക്കും തകർക്കാൻ കഴിയാത്ത ഭിത്തി അല്ലെങ്കിൽ ഉരുക്ക് നിർമ്മിതമായ വസ്തു എന്നൊക്കെയുള്ള ഒരു ഖുറാനിൽ നിന്നുള്ള ഒരു പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജിഹാദി രാഷ്ട്രം ഇപ്പോൾ ഭാരതത്തെ പോലെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ശക്തമായ മറുപടി ഭാരതത്തിൻ്റെ സൈന്യം ഈ ജിഹാദികൾക്ക് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. പാകിസ്ഥാന്റെ ഏതാണ്ട് 4ഓളം എയർബേസുകളിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ ഭാരതത്തിൻ്റെ തിരിച്ചടി ഉണ്ടായി. അതേസമയം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങൾ കൃത്യമായി തന്നെ ഭാരതം പൊളിച്ചടുക്കി എന്നുള്ളതാണ്. ഈ പാകിസ്ഥാന്റെ ഒരു കൂട്ടം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ സംയുക്തമായി ഇത്തരത്തിൽ നുണപ്രചരണം നടത്തുകയും ഈ അൽ ജസീറയൊക്കെ പോലെയുള്ള ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് വർഷങ്ങളായി തന്നെ പാകിസ്ഥാനോടും അതോടൊപ്പം തന്നെ ഇസ്ലാമിക ശക്തികളോടും താല്പര്യമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത്. പ്രധാനമായും പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്ന ആരോപണം സിർസയിലെയും അതോടൊപ്പം തന്നെ സൂരത് ഘട്ടിലെയും, സിർസ എന്നത് ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ എയർബേസ് ആണ്. അതോടൊപ്പം തന്നെ സൂരത് ഘട്ട് രാജസ്ഥാനിലെ ഒരു എയർബേസ് ആണ്. ഈ 2 എയർബേസുകളും പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നു എന്നതായിരുന്നു പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം നടത്തിയ പ്രചരണം. എന്നാൽ സിർസയിലെയും സൂരത് ഘട്ടിലെയും ഇന്നത്തെ പ്രഭാതത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ വാർത്താ സമ്മേളനത്തിൽ ഭാരതം മുന്നോട്ട് വെച്ചു. അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സാധാരണ ഒരു ദിനമാണ് അവിടെ ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു പോറൽ പോലും അവിടെ പാകിസ്ഥാന് ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൃത്യമാണ്. മാത്രമല്ല ഈ സിർസയിലാണ് ഭാരതത്തിൻ്റെ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്രം അത് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘദൂര മിസൈലുകളിൽ ഒന്നായിട്ടുള്ള ബ്രഹ്മോസ് സൂക്ഷിച്ചിരിക്കുന്ന സിർസയിൽ വലിയ ആക്രമണം നടത്തിയെന്നതായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശവാദം കേവലം വീമ്പ് പറച്ചിലും നുണക്കഥയും മാത്രമാണ് എന്ന് ഭാരതം ഇതിനകം തന്നെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനെ കൃത്യമായി ഭാരതം ഈ വാർത്താ സമ്മേളനത്തിൽ പൊളിച്ചടുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ സംഭവ വികാസങ്ങൾ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നലെ രാത്രി 1:30 ശേഷം ഭാരതത്തിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട 4 എയർബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ആ എയർബേസുകൾ ഏതൊക്കെയാണ് എന്നത് ഒന്ന് വായിക്കാം. ഒന്ന് ഉദ്ധംപൂരിലെ എയർബേസ് ആണ്. ഉദ്ധംപൂർ എന്ന് പറയുന്നത് ജമ്മുവിലാണ് വരുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസുകൾ, അതായത് പാകിസ്ഥാനെ അടിക്കുന്ന
നിരീക്ഷിക്കണമെങ്കിൽ പോർ വിമാനങ്ങൾ പറന്നുയരുന്നത് ഈ ഉദ്ധംപൂർ എയർബേസിൽ നിന്നാണ്. അവിടെയും അതോടൊപ്പം തന്നെ ഭുജ്, അത് ഗുജറാത്തിലെ എയർബേസ് ആണ്. ഒപ്പം പത്താൻകോട്ട്, അതോടൊപ്പം തന്നെ ബന്ദിട്ട, ഇത് രണ്ടും പഞ്ചാബിലെ എയർബേസുകളാണ്. ഈ 4 എയർബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്നലെ രാത്രി 1:30-ക്ക് ശേഷം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈ സ്പീഡ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമം നടത്തി. എന്നാൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം നടത്തി. ഈ 4 എയർബേസുകൾ ലക്ഷ്യമിട്ടു എന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ എയർബേസുകൾക്ക് ചെറിയ കേടുപാടുകൾ ഉണ്ട് എന്ന കാര്യം ഇന്ത്യ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ ഒരു ആക്രമണമായി അത് വിജയിപ്പിക്കുവാൻ പാകിസ്ഥാന് സാധിച്ചില്ല. കാരണം നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ തകർത്തത് കൊണ്ടും മറ്റും കൃത്യമായ ഇടപെടൽ നടത്തിയത് കൊണ്ടും ഈ എയർബേസുകൾക്ക് കാര്യമായ കേടുപാടുകളില്ല. എന്നാൽ ചെറിയ കേടുപാടുകൾ അങ്ങിങ്ങായി സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് രാത്രിയോടുകൂടി ഭാരതം പ്രത്യാക്രമണം നടത്തിയത്. റാവൽപിണ്ടിയിൽ ഉൾപ്പെടെ 3 എയർബേസുകൾക്ക് നേരെ ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടായി. അതിൽ റാവൽപിണ്ടിയിലെയും മറ്റ് 3 എയർബേസുകൾ, അതിന്റെ പേരുകളൊന്ന് വായിക്കാം. ഒന്ന് നൂർ ഖാൻ എയർബേസ് ആണ്. പഞ്ചാബ് പ്രവിശ്യയിലെ റാവൽപിണ്ടിയിലുള്ള ഈ എയർബേസിൽ കനത്ത നാശനഷ്ടം വിതച്ചുകൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടായത്. മറ്റൊന്ന് ചക്വാലിലെ മുർഡി എയർബേസിന് നേരെ ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടായി. ഒപ്പം റഫീക്യു എയർബേസ്, അത് ഷാർക്കോട്ട് എന്ന് പറയുന്ന പഞ്ചാബ് പ്രവിശ്യയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ഈ റഫീക്യു എയർബേസ്. ഇത് 3ഉം പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഉള്ള അല്ലെങ്കിൽ അവർ യുദ്ധ ആവശ്യങ്ങൾക്കായി നീക്കങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട 3 എയർബേസുകളാണ്. ഇത് 3ഉം ആക്രമിച്ചിരിക്കുന്നു എന്ന കാര്യം ഭാരതം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും പ്രഖ്യാപിതമല്ലാത്ത ഒരു യുദ്ധം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 1999 ശേഷം കാർഗിലിലെ മലനിരകളിൽ ഭാരതത്തിന്റെ ഐതിഹാസികമായ യുദ്ധവിജയത്തിന് ശേഷം ഏതാണ്ട് 24 വർഷക്കാലം ഭാരതവുമായ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിന് പാകിസ്ഥാൻ എത്തിയിരുന്നില്ല. മറിച്ച് നിഴൽ യുദ്ധം തുടർച്ചയായി തന്നെ ഭീകര ശക്തികളെ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറ്റി വിടുകയും അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിഴൽ യുദ്ധമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ 24 വർഷം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ നേർക്കുനേരുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം വളരെയധികം നിർണായകമാണ്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി പാകിസ്ഥാനും ഔദ്യോഗികമായ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് വരുന്നു. ഒരു ഓപ്പറേഷന് പേരിട്ടുകൊണ്ട് കൗണ്ടർ അറ്റാക്കാണ് നടത്തുന്നത് എന്ന പ്രഖ്യാപനം ഔദ്യോഗികമായി പാകിസ്ഥാൻ സൈന്യം നടത്തുകയാണ്. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ സൈന്യം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതിർത്തിയിൽ വലിയ തോതിലുള്ള സേനാവിന്യാസം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യം ഭാരതം തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, സാധാരണയായി ഈ അതിർത്തിയിൽ പാക് റേഞ്ചേഴ്സ് ആണ് നിൽക്കാറുള്ളത്. എന്നാൽ പാക് റേഞ്ചേഴ്സിനെ മാറ്റിക്കൊണ്ട് അതിർത്തി പ്രദേശത്തേക്ക് പാകിസ്ഥാന്റെ സൈന്യം തന്നെ കൂടുതലായി എത്തുന്നു എന്ന കാര്യവും ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. അതായത് വലിയൊരു സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന കാര്യം ഭാരതം മനസ്സിലാക്കുന്നുണ്ട്. ഇതിനനുസരിച്ചുള്ള വലിയ പോരാട്ടമാകും ഇനിയും ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുക. അതായത് ഈ സേനാവിന്യാസത്തെ ഈ അതിർത്തികളിലേക്കുള്ള സേനാവിന്യാസത്തെ ഗൗരവതരമായാണ് ഭാരതം വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ സൈനിക നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ നമ്മുടെ സേനാവിന്യാസവും എങ്ങനെയാണ് അതിർത്തികളിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇന്നലെ നടന്ന യോഗത്തിലൊക്കെ ഉണ്ടായല്ലോ. അത്തരത്തിലുള്ള നീക്കങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ കൂടി വളരെ കൃത്യമായ കരുതൽ ഭാരതം എടുക്കുന്നുണ്ടാകുമല്ലോ, അല്ലേ? നീലിമ, ഇത്തരം നീക്കങ്ങൾ ഇതിനകം തന്നെ ഭാരതം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് പഹൽഗാമിലെ 22-ാം തീയതി ഉച്ചതിരിഞ്ഞുണ്ടായ ഭീകരാക്രമണം കഴിഞ്ഞ് ഒരു വലിയ തയ്യാറെടുപ്പ് ഭാരതത്തിന്റെ സൈന്യം നടത്തുന്നുണ്ടായിരുന്നു. അവിടെ തുടർച്ചയായ മൂവ്മെന്റുകൾ നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടതാണ്. മാത്രമല്ല അതിർത്തിയിലേക്ക്, പ്രത്യേകിച്ച് ഈ നിയന്ത്രണ രേഖയിൽ മാത്രമല്ല, കാരണം കാശ്മീർ വാലിയിൽ ആണ് ഈ നിയന്ത്രണ രേഖ കടന്നു പോകുന്നത്. അതുകൂടാതെ ജമ്മുവിലെയും
ഗുജറാത്തിലെയും പഞ്ചാബിലെയും രാജസ്ഥാനിലെയും രാജ്യാന്തര അതിർത്തിയിലും പാകിസ്ഥാനോട് ചേർന്ന് വലിയ സേനാവിന്യാസം ഇതിനകം തന്നെ ഭാരതം നടത്തിയിട്ടുണ്ട്. ഇനിയും അതല്ല, അതിനപ്പുറത്തേക്കൊരു വലിയ ആക്രമണത്തിന് ഒരുപക്ഷെ ഈ നിയന്ത്രണ രേഖയും രാജ്യാന്തര അതിർത്തിയും ഒക്കെ കടന്നുകൊണ്ട് നമുക്കൊരു അറ്റാക്ക് നടത്തണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ അതും ഭാരതത്തിന്റെ സൈന്യം, കര, വ്യോമ, നാവിക സേനകൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. പഹൽഗാമിന് ശേഷമുള്ള 22-ാം തീയതിക്ക് ശേഷം ഏതാണ്ട് 14 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടായത്. ആ ഘട്ടത്തിൽ പലരും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു തുടങ്ങിയിരുന്നു. എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല, എന്തുകൊണ്ടാണ് പാകിസ്ഥാന് മറുപടി നൽകാത്തത് എന്നൊക്കെയുള്ള വിമർശനം ഒരു ഘട്ടത്തിൽ ഉണ്ടായി. പക്ഷേ അന്ന് തന്നെ പ്രതിരോധ വിദഗ്ധരും ഈ വിഷയത്തിൽ അഗ്രഗണ്യന്മാരായ ആളുകളും ചൂണ്ടിക്കാണിച്ചത് ഭാരതം ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്നുള്ളതാണ്. അതായത് ഇത്തരമൊരു സാഹചര്യം നമ്മുടെ സേനയും നമ്മുടെ കേന്ദ്ര സർക്കാരും വളരെ മുൻപ് തന്നെ കണ്ടിരുന്നു. അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ ഭീകരരുടെ താവളങ്ങൾ അടിക്കും, സ്വാഭാവികമായും അതിൽ പ്രകോപിതരാകുന്ന പാകിസ്ഥാൻ തിരിച്ചിങ്ങോട്ട് ജനവാസ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സൈനിക താവളങ്ങളും ലക്ഷ്യമിടും. അപ്പോൾ സ്വാഭാവികമായും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തും, ആക്രമണം വിപുലീകരിക്കേണ്ടി വരും, അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾക്ക് പ്രത്യാക്രമണം നടത്തേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ സൈന്യവും നമ്മുടെ സർക്കാരും മുന്നിൽ കണ്ടിരുന്നു. അതിനാലാണ് പഹൽഗാമിൽ ഏപ്രിൽ മാസം 22-നാണ് ഭീകരർ അഴിഞ്ഞാടിയതെങ്കിൽ ഏതാണ്ട് 2 ആഴ്ചത്തെ സമയം, 14 ദിവസത്തെ സമയം നമ്മൾ ഈ തിരിച്ചടിക്കായി എടുത്തതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ സേനാവിന്യാസം ഭാരതം വളരെ മുൻപ് തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിർത്തിയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ മറുപടി നൽകുവാനുള്ള സേനാവിന്യാസം നടത്തുന്നതിനായാണ് ഈ 2 ആഴ്ചത്തെ സമയം നമ്മൾ എടുത്തത് എന്നാണ് പ്രതിരോധ വിദഗ്ധരും സേനാവൃത്തങ്ങളും നമുക്ക് നൽകുന്ന സൂചന എന്നുള്ളത്. അതിനാൽ തന്നെ പാകിസ്ഥാൻ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ തയ്യാറെടുത്തിരുന്നു. അതിനാൽ തന്നെയാണ് പാകിസ്ഥാൻ തൊടുത്തുവിടുന്ന ഡ്രോണുകൾ ഒന്നും തന്നെ ലക്ഷ്യം കാണാതെ അത് ആകാശമാർഗത്തിൽ വെച്ച് തന്നെ തകർക്കുവാൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൃത്യമായി കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ഡ്രോണുകൾ കൊണ്ട് ഒന്നും പറ്റുന്നില്ല എന്ന് കരുതുന്ന പരാജയപ്പെട്ട പാകിസ്ഥാൻ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഹൈസ്പീഡ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എയർബേസുകളെ തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും അവിടെയും പാകിസ്ഥാൻ വീണു പോകുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഭാരതം എത്രത്തോളം സജ്ജമായി, നമ്മൾ നമ്മുടെ ക്യാമറയിലൂടെയൊക്കെ കണ്ടിരുന്ന മൂവ്മെന്റുകൾ അത് കേവലം ആളുകളെ കാണിക്കാൻ വേണ്ടി നടത്തിയിരുന്നതല്ല, മറിച്ച് സേനാവിന്യാസം കൃത്യമായി നടത്തുകയും ആകാശമാർഗം ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്താൻ പോകുന്ന പ്രകോപനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ, കൃത്യമായ കവചങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 ആഴ്ചത്തെ സമയം നമ്മുടെ സൈന്യം എടുത്തത് എന്നത് കൃത്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. നീലിമ, ഗൗതം, അപ്പോൾ തന്നെ ഇടപെടലുകളൊക്കെ വരുന്നുണ്ട്. ഒരു അപ്രഖ്യാപിത യുദ്ധത്തിന്റെ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. നേരത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പാക് ആർമി ചീഫുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാർക്കോ റൂബിയോ ചർച്ച നടത്തിയതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏത് വിധേനയും യുദ്ധം ഒഴിവാക്കണം എന്നുള്ള തലത്തിൽ അന്തർദേശീയ സമ്മർദ്ദങ്ങൾ നമ്മോടൊപ്പം വരികയാണ്, നമ്മളോടും കൂടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണ്. പക്ഷേ പാകിസ്ഥാൻ ബുനിയാൻ മാർസൂസ് എന്ന് പറയുന്ന അവരുടെ ഒരു ഓപ്പറേഷനുമായി നമ്മളെ ലക്ഷ്യമിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് വരും മണിക്കൂറുകളിൽ നമ്മുടെ മുന്നൊരുക്കങ്ങൾ? ഏത് സന്നിഗ്ധ നീലിമ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് ആക്രമണം നടന്നതെങ്കിൽ ഇപ്പോൾ പഠാൻകോടുള്ള നമ്മുടെ ജനം TV സംഘം തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, പകൽ സമയത്ത് പഠാൻകോട്ടിൽ ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള പ്രകോപനം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കാലങ്ങളാണ് ആക്രമണത്തിനായി ശത്രു തെരഞ്ഞെടുത്തതെങ്കിൽ ഇന്നിപ്പോൾ പകൽ സമയത്ത് പ്രകോപനം തുടരുന്നു. അതും ആകാശമാർഗം ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് പഠാൻകോടുള്ള നമ്മുടെ തന്നെ ജനം TVയുടെ തന്നെ സംഘം അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത് നേരത്തെ കണ്ടിരുന്നു. ഏതായാലും അപ്പോൾ കാര്യങ്ങൾ വ്യക്തം.
വ്യക്തമാണ്. ഇതൊരു വലിയ പ്രകോപനം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുവാൻ പാകിസ്ഥാൻ വളരെ ബോധപൂർവമായി ശ്രമിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കുവാൻ. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഓരോ ഘട്ടത്തിലും പാകിസ്ഥാൻ നൽകുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണെങ്കിലും 8-ാം തീയതി രാത്രിയിലാണെങ്കിലും നമ്മൾ ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് ഡ്രോണുകൾ അയക്കുകയോ അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ നമ്മൾ കണ്ടിരുന്നു, വൈകുന്നേരം 7 മണി ആയതോടുകൂടി തുടർച്ചയായി ഡ്രോണുകൾ അയക്കുകയാണ്. ആദ്യഘട്ടം ജമ്മു കാശ്മീരിൽ, അതിനുശേഷം പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഉൾപ്പെടെ ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള പ്രകോപനം തുടർച്ചയായി പാകിസ്ഥാൻ നടത്തുന്നത് നമ്മൾ കണ്ടു. രാത്രിയോടുകൂടി ഹൈസ്പീഡ് മിസൈലുകൾ ഉപയോഗിച്ച് നമ്മുടെ വ്യോമ താവളങ്ങൾ അല്ലെങ്കിൽ എയർ ബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു. അപ്പോൾ ശത്രു രാഷ്ട്രത്തിന്റെ മുന്നൊരുക്കം എന്തിനാണ് എന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു വലിയ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധം നടത്തുവാനുള്ള ശ്രമം പാകിസ്ഥാൻ, അതിനാണോ പാകിസ്ഥാൻ ഈ കോപ്പ് കൂട്ടുന്നത് എന്നത് കൃത്യമായ ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ്. എന്തായാലും ഓരോ പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഭാരത സൈന്യം രംഗത്തുണ്ട്. സിവിലിയൻ വ്യോമ ഗതാഗതത്തിന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് PTAയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. ഗൗതം, CISF ആണ് ഇത്തരത്തിൽ വിവരം അറിയിച്ചിട്ടുള്ളത്. ടെമ്പററി സസ്പെൻഷൻ ഓഫ് സിവിൽ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് അറ്റ് സെലക്ട് എയർപോർട്ട്സ് ആൻഡ് എയർ റൂട്ട്സ് എന്നാണ് CISFന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. PTA ആണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. വളരെ സങ്കീർണമായ ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ചില എയർപോർട്ടുകളുടെ പ്രവർത്തനമെല്ലാം മരവിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിൻ്റെ നമ്പർ കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകാശത്ത് വലിയ ജാഗ്രത ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമല്ലേ ഇത്തരത്തിൽ CISFന്റെ ഒരു മുന്നറിയിപ്പ് എന്നത്? ഗൗതം, നമ്മൾ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സർക്കാർ തന്നെ നൽകുകയാണ്. കാരണം ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് ഒരുപക്ഷെ വ്യോമമാർഗമൊക്കെയുള്ള വലിയ ആക്രമണങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. ഒരു ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവത്തില്ല. അതിനാൽ തന്നെ അതിന് വേണ്ട ജാഗ്രതാ നിർദ്ദേശം രാജ്യത്ത് സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ തന്നെ മുന്നിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മോക്ക് ഡ്രില്ലുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തുന്നത് നമ്മൾ കണ്ടു. ഇത് കൂടാതെ വിമാന സർവീസുകൾക്ക് ഒരുപക്ഷെ വലിയ നിയന്ത്രണം വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. കാരണം ഇപ്പോഴത്തെ ഈ ആക്രമണം മുഴുവൻ നടക്കുന്നത് ആകാശമാർഗമാണ്. ഒരുപക്ഷെ വ്യോമസേനകൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധമായി ഇത് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ സാഹചര്യത്തിൽ വ്യോമപാത നേരത്തെ തന്നെ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാന് മുന്നിൽ. അതുകൂടാതെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഇതിനകം തന്നെ രാജ്യത്ത് 32 വിമാനത്താവളങ്ങൾ ഇതിനകം തന്നെ പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ജമ്മു കാശ്മീരിലെ ജമ്മു വിമാനത്താവളവും അതോടൊപ്പം തന്നെ ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെയും പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ നിർത്തിയതെങ്കിൽ പിന്നീട് ഇപ്പോൾ 32 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ തന്നെ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ ചണ്ഡീഗഡ്, ഹരിയാന തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ്, അതോടൊപ്പം തന്നെ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളും ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. അതിന്റെ കാരണം ഈ എയർബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. എയർബേസുകളോട് ചേർന്ന് വിമാനത്താവളങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വിമാനത്താവളങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുമുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വിമാന സർവീസുകൾക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. എന്തായാലും രാജ്യതലസ്ഥാനത്ത് ഡൽഹി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവിടെയും നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ ചില മിസൈലുകൾ ഡൽഹി ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിർസയിൽ വെച്ച് അത് തകർക്കുകയും ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനം അത് തകർക്കുകയും പിന്നീട് ആ മിസൈലുകൾ നിലം പതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ മിസൈലിന്റെ ലക്ഷ്യം ഡൽഹിയാണ് എന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ടുകൾ രാവിലെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതിനാൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CISFന്റെ ഈ ഒരു ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നത്. നൽകുന്നുണ്ട്. യുദ്ധസമാനമായ ഒരു സാഹചര്യം ഒരുക്കുന്നത്
നുണപ്രചാരണങ്ങളുടെ അകമ്പടിയോടെ പാകിസ്ഥാനാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് വാർത്താസമ്മേളനത്തിൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയതൊപ്പം ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് മതവിദ്വേഷം ജനിപ്പിച്ചുകൊണ്ട് വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമവും പാകിസ്ഥാൻ നടത്തുകയാണ് എന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലേ? അക്കാര്യം ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ സൈന്യവും അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് വിക്രം മിശ്രി പറഞ്ഞ ഒരു കാര്യം, ഈ രാജ്യത്തിനകത്ത് സ്പർദ്ധയുണ്ടാക്കാനുള്ള ഒരു ശ്രമവും പാകിസ്ഥാൻ സൈന്യത്തെ കൂടാതെ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അത്തരം ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ നടത്തുന്ന ഈ ഷെല്ലാക്രമണത്തിലും മറ്റും ഗുരുദ്വാര അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളൊക്കെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ ഒരു വലിയ ഗുരുദ്വാര പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്നിരുന്നു. അതുകൂടാതെ ജമ്മുവിൽ ഇന്നിപ്പോൾ രാവിലെ ഒരു ക്ഷേത്രം, ഒരു ശിവക്ഷേത്രത്തിന് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ തകർച്ച നേരിട്ടിട്ടുണ്ട്. ആ ക്ഷേത്രം പൂർണ്ണമായും തകരുകയില്ല, അതിന്റെ ഭാഗികമായി ആ ക്ഷേത്രം തകർന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം ഇന്നലെ പൂഞ്ചിൽ തന്നെ ഒരു ക്രിസ്ത്യൻ മിഷണറീസ് നടത്തുന്ന ഒരു സ്കൂളിന് നേരെ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾ അവിടെ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഭാരതത്തിനകത്ത് ഒരുമിച്ച് ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ വിള്ളലുണ്ടാക്കുക എന്നതാണ്. ഇത്തരം ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളും ഒക്കെ ആക്രമിക്കുന്ന പാകിസ്ഥാൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഭാരതമാണ് ഇത് ആക്രമിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള പ്രചരണം കൂടി നടത്തുന്നുണ്ട്. ഗുരുദ്വാര ഇന്ത്യൻ സൈന്യം തന്നെ ആക്രമിച്ചതിന് ശേഷം പാകിസ്ഥാന്റെ തലയിൽ വെക്കുന്നുവെന്നും പാകിസ്ഥാനിലെ ചില ഗുരുദ്വാരകൾ സിഖ് ഗുരുക്കന്മാരുടെ ഉൾപ്പെടെ ഗുരുദ്വാരകൾ തകർക്കുവാൻ ഭാരതത്തിന്റെ സൈന്യം ശ്രമിക്കുന്നുവെന്നുമൊക്കെയുള്ള കള്ളപ്രചരണമാണ് പാകിസ്ഥാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു രീതിയിലും ഭാരതം അംഗീകരിക്കില്ലെന്നും ഭാരതത്തിലെ ജനങ്ങൾക്കിടയിലുള്ള മതേതര ബോധവും പരസ്പര ബഹുമാനവും അത് തകർക്കുവാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാണ് ഭാരതം പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും ഇന്ന് രാവിലെ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ 2 വാർത്താ സമ്മേളനങ്ങളിലും ഭാരതം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനെതിരെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, വ്യോമപാത അടയ്ക്കാതെ, അതായത് ഭാരതവുമായുള്ള ഈ ഒരു സംഘർഷം നടക്കുന്ന ഘട്ടത്തിൽ വ്യോമാതിർത്തിയിലൂടെ അല്ലെങ്കിൽ വ്യോമപാതയിലൂടെ മറ്റ് സിവിൽ വിമാനങ്ങൾ അയച്ചുകൊണ്ട് അത് കൃത്യമായി തന്നെ ഈ ആക്രമണം പരസ്പരം നടക്കുന്ന ഘട്ടത്തിലും വ്യോമപാത അടയ്ക്കാതിരിക്കുന്നതിലൂടെ പാകിസ്ഥാൻ നടത്തുന്ന ഒരു നീക്കം, അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ വിക്രം മിശ്രി ഉയർത്തിയതാണ്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും ഇന്നും സൈന്യവും വിദേശകാര്യ സെക്രട്ടറിയും അക്കാര്യം ചൂണ്ടിക്കാണിച്ചു. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ ആരാധനാലയങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തെയും വളരെ ഗൗരവമായി ഭാരതം നോക്കിക്കാണുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാരതത്തിലെ ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളും ആക്രമിച്ചതിന് ശേഷം അത് ഇന്ത്യൻ സൈന്യമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണമാണ് ഗൗതം പറഞ്ഞ പോലെ തന്നെ അത്തരത്തിൽ നുണപ്രചാരണങ്ങൾ നടത്തിയും വിധ്വംസക പ്രവർത്തനങ്ങൾ ആവർത്തിച്ചുമാണ് പാകിസ്ഥാൻ മുതലെടുപ്പിന് ശ്രമിക്കുന്നത്. എന്നാൽ കൃത്യമായ വ്യക്തമായ മറുപടി തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത്.